നടിയെ ആക്രമിച്ച കേസിലെ പ്രതി പൾസർ സുനിക്ക് ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള സുപ്രീം കോടതി ഉത്തരവ് വിചാരണ കോടതി നടപ്പാക്കി. കർശന വ്യവസ്ഥകൾ മുൻനിർത്തിയാണ് ജാമ്യം. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നുണ്ട്. രേഷ്മ, മാധ്യമങ്ങളോട് സംസാരിക്കരുത്, അല്ലെങ്കിൽ കൂട്ടുപ്രതികളുമായി യാതൊരു ബന്ധവും പാടില്ല തുടങ്ങി നിരവധി നിബന്ധനകളാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്, അല്ലേ? ദേവിക, 7.5 വർഷത്തിന് ശേഷമാണ് നടിയെ ആക്രമിച്ച കേസിലെ ഒന്നാം പ്രതിയായിട്ടുള്ള പൾസർ സുനിക്ക് ജാമ്യം ലഭിക്കുന്നത്. അതും സുപ്രീം കോടതിയുടെ ഇടപെടലോടുകൂടി. സുപ്രീം കോടതി നേരത്തെ ഉത്തരവിറക്കിയ സമയത്ത് കർശന ജാമ്യ വ്യവസ്ഥകൾ നിശ്ചയിച്ചുകൊണ്ട് വിചാരണ കോടതി ജാമ്യം അനുവദിക്കണമെന്നുള്ള ഒരു നിർദ്ദേശമായിരുന്നു മുന്നോട്ട് വെച്ചത്. ആ നിർദ്ദേശം, ആ ഉത്തരവാണിപ്പോൾ വിചാരണ കോടതി നടപ്പാക്കിയിരിക്കുന്നത്. കർശന വ്യവസ്ഥകൾ എന്ന് പറയുമ്പോൾ 1 ലക്ഷം രൂപയുടെ ബോണ്ട്, 2 ആൾജാമ്യ വ്യവസ്ഥ, അതോടൊപ്പം തന്നെ മാധ്യമങ്ങളോട് യാതൊരു കാരണവശാലും സംസാരിക്കരുത്, മറ്റ് പ്രതികളുമായിട്ടോ സാക്ഷികളുമായിട്ടോ സമ്പർക്കം പുലർത്തരുത്, സാക്ഷികളെ സ്വാധീനിക്കരുത്, തെളിവുകൾ നശിപ്പിക്കുവാൻ പാടില്ല, അതോടൊപ്പം തന്നെ ഇരയെ സ്വാധീനിക്കാൻ ശ്രമിക്കരുത്, അതോടൊപ്പം ഈ മറ്റ് വ്യവസ്ഥകളും, അതായത് അനുമതി കൂടാതെ ഈ വിചാരണ കോടതിയുടെ പരിധി വിട്ടുപോകരുത് തുടങ്ങിയ വ്യവസ്ഥകളോട് കൂടിയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ചില നിർദ്ദേശങ്ങൾ കൂടി വിചാരണ കോടതി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതായത് എല്ലാ മാസവും 10-ാം തീയതിയിൽ ജില്ലാ പ്രൊബേഷൻ ഓഫീസർ പൾസർ സുനിയുടെ പെരുമാറ്റം സംബന്ധിച്ചുള്ള റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കണം. കൂടാതെ പൾസർ സുനിയുടെ സുരക്ഷ റൂറൽ SP ഉറപ്പുവരുത്തണമെന്നുള്ളൊരു നിർദ്ദേശം കൂടി വിചാരണ കോടതി നൽകിയിട്ടുണ്ട്. അതായത് നേരത്തെ ഈ ഒരു കർശന ജാമ്യ വ്യവസ്ഥകൾ സംബന്ധിച്ച് പ്രോസിക്യൂഷന്റെ ഭാഗം കേട്ടിരുന്നു. ആ സമയത്ത് പ്രോസിക്യൂഷൻ അഭിഭാഷകൻ പറഞ്ഞത് പൾസർ സുനിക്ക് ജീവന് ഭീഷണിയുണ്ട്, അതുകൊണ്ട് തന്നെ ഈ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകാൻ ഉള്ള ഒരു നിർദ്ദേശം അല്ലെങ്കിൽ അത്തരമൊരു വ്യവസ്ഥ കൂടി ഉൾപ്പെടുത്തണം എന്നുള്ളതായിരുന്നു. പക്ഷേ അത്തരം ഒരു വ്യവസ്ഥ ഉൾപ്പെടുത്താതെ മറിച്ച് ഒരു സുരക്ഷ ഉറപ്പുവരുത്തേണ്ടത് സർക്കാരിന്റെ അല്ലെങ്കിൽ പോലീസിന്റെ ബാധ്യത എന്നത് കൂടി കണക്കിലെടുത്തുകൊണ്ട് അത്തരത്തിലൊരു വ്യവസ്ഥ നിർദ്ദേശിക്കാമെന്നുള്ളതാണ് ഇതിന് മറുപടിയായിട്ട് ജഡ്ജി നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ റൂറൽ പോലീസ് മേധാവി ഈ സുരക്ഷ, പൾസർ സുനിയുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നുള്ള ഒരു നിർദ്ദേശം കോടതി മുന്നോട്ട് വെച്ചത്. എന്തായാലും നടി ആക്രമിച്ച കേസിൽ നിലവിൽ ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. അതും സുപ്രീം കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ. സുപ്രീം കോടതിയുടെ ഉത്തരവാണ് വിചാരണ കോടതി നടപ്പാക്കിയിരിക്കുന്നത്. ഈ ബോണ്ട് അടക്കമുള്ള വ്യവസ്ഥകൾ, അതിന്റെ സാങ്കേതികപരമായിട്ടുള്ള വശങ്ങളൊക്കെ തന്നെ നിലവിൽ അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു. പക്ഷേ ഈ സുനിക്കെതിരെ മറ്റൊരു കേസ് കൂടിയുണ്ട്. അതായത് ഈ നടി ആക്രമിച്ച കേസിൽ ജയിലിൽ കഴിഞ്ഞ സമയത്ത് ഫോൺ ഉപയോഗിച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു. അതിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ ജാമ്യം ആവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസമാണ് അപേക്ഷ സമർപ്പിച്ചത്. അതിന്റെ നടപടിക്രമങ്ങൾ കൂടിയാണ് ഇനി പൂർത്തിയാക്കാനുള്ളത്. അതും കൂടി പൂർത്തിയാക്കിയെങ്കിൽ മാത്രമേ സുനിക്ക് ജയിൽ മോചിതനാകാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും അത് ഉച്ചയ്ക്ക് ശേഷം കോടതി എടുക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിന്റെ നടപടിക്രമങ്ങൾ അല്പസമയത്തിനുള്ളിൽ ആരംഭിക്കുകയും ചെയ്യും. എന്തായാലും 2017 ഫെബ്രുവരി 17-ാം തീയതിയാണ് ഈ നടിയെ ആക്രമിച്ച സംഭവം ഉണ്ടാകുന്നത്. 23-ന് പൾസർ സുനിയെ നാടകീയമായിട്ട് പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. അതായത് കോടതിയിൽ കീഴടങ്ങാൻ എത്തിയ സമയത്താണ് സുനിയെ അറസ്റ്റ് ചെയ്യുന്നത്. എന്തായാലും 7.5 വർഷത്തിന് ശേഷം, അതായത് സുപ്രീം കോടതി ഈ ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ വിചാരണ കോടതിക്ക് നേരെ ഉന്നയിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വിചാരണ നീണ്ടുപോകുന്ന ഒരു പശ്ചാത്തലം മാത്രമല്ല, ഈ കേസിലെ മറ്റു പ്രതികൾ ജാമ്യത്തിൽ കഴിയുകയാണ്. 7.5 വർഷമായിട്ട് പ്രതി ജയിലിൽ തുടരുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ജാമ്യം കർശന വ്യവസ്ഥകളോടുകൂടി നൽകാമെന്നുള്ളതായിരുന്നു സുപ്രീം കോടതിയുടെ നിലപാട്. ആ വ്യവസ്ഥകൾ നിശ്ചയിക്കുന്ന സമയത്ത് പ്രോസിക്യൂഷന്റെ ഭാഗം കൂടി കേൾക്കണമെന്നുള്ള ഒരു നിർദ്ദേശം സുപ്രീം കോടതി നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം സുനി ഒരു അപേക്ഷ സമർപ്പിച്ചുകൊണ്ട് ഈ ജാമ്യ ഉത്തരവ് നടപ്പാക്കണമെന്നുള്ള ഒരു ആവശ്യം കീഴ്ക്കോടതിയിൽ മുന്നോട്ട് വെച്ചത്. ഇന്ന് ആ അപേക്ഷ പരിഗണിച്ച സമയത്ത് പ്രോസിക്യൂഷൻ ഈ വ്യവസ്ഥകൾ ഏത് വിധത്തിൽ വേണമെന്നുള്ള വാദഗതികൾ മുന്നോട്ട് വെച്ചു. ആ സമയത്തായിരുന്നു ഈ ജീവന് ഭീഷണിയുണ്ട് എന്നുള്ള ഒരു വാദം പ്രോസിക്യൂഷൻ പറഞ്ഞത്. എന്തായാലും ഈ കാര്യത്തിലടക്കം കർശനമായിട്ടുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെയാണ് ജാമ്യം കീഴ്ക്കോടതി നൽകിയിരിക്കുന്നത്. സുപ്രീം കോടതിയുടെ ഉത്തരവ് നടപ്പാക്കിക്കൊണ്ടാണ് വിചാരണ കോടതിയുടെ നടപടി. എന്തായാലും 7.5 വർഷം, അതായത് നേരത്തെ 10ഓളം ഹർജികളാണ് ഹൈക്കോടതി അടക്കം ഈ ജാമ്യം ആവശ്യപ്പെട്ടുകൊണ്ട് സുനി നൽകിയത്. അതൊക്കെ തന്നെ തള്ളിയ സാഹചര്യം ഉണ്ടായിരുന്നു. ഈ 7.5 വർഷത്തോളം ജയിലിൽ കഴിഞ്ഞൊരു സാഹചര്യം അടക്കം ചൂണ്ടിക്കാട്ടി സുപ്രീം കോടതി ഇടപെടൽ നടത്തുകയാണ് ഉണ്ടായത്. എന്തായാലും നിലവിൽ മറ്റൊരു കേസിൽ ജാമ്യം, അത് ബെയിലബിൾ ഒഫൻസ് ആണെങ്കിൽ കൂടി അതിന്റെ സാങ്കേതികപരമായിട്ടുള്ള നിയമപരമായിട്ടുള്ള നടപടിക്രമങ്ങൾ കൂടി പൂർത്തിയായെങ്കിൽ മാത്രമേ ജയിലിൽ നിന്ന് പൾസർ സുനിക്ക് പുറത്തിറങ്ങാൻ സാധിക്കുകയുള്ളൂ. അതിന്റെ നടപടിക്രമങ്ങൾ നിലവിൽ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജിയുടെ മുൻപിൽ നടക്കുകയാണ്. അത് ഏകദേശം വൈകുന്നേരത്തോടു കൂടി പൂർത്തിയാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷം ജയിലിൽ ചില നടപടിക്രമങ്ങളുണ്ട്. അതിനുശേഷമായിരിക്കും പുറത്തിറങ്ങുന്നതിനുള്ള മറ്റു കാര്യങ്ങളിലൊക്കെ കടക്കുക. എന്തായാലും നിലവിൽ ഈ നടി
ആക്രമിച്ച കേസിൽ പൾസർ സുനിക്ക് സുപ്രീം കോടതിയുടെ നിർദ്ദേശാനുസരണം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി കർശന ജാമ്യ വ്യവസ്ഥകളോടുകൂടി ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. മാധ്യമങ്ങളോട് സംസാരിക്കരുതെന്നടക്കമുള്ള കർശന നിർദ്ദേശങ്ങളാണ് കോടതി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഒരു സിം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ആ സിമ്മിന്റെ വിശദാംശങ്ങൾ, അതായത് അത് ഏത് നമ്പറാണ് തുടങ്ങിയ വിശദാംശങ്ങൾ കോടതിയിൽ ഹാജരാക്കുകയും വേണം. പിന്നീട് കൃത്യമായിട്ട് പ്രൊബേഷൻ ഓഫീസർ സുനിയുടെ പെരുമാറ്റം, അതായത് ഈ ജാമ്യ കാലയളവിൽ ഏത് വിധത്തിലാണ് സുനിയുടെ പെരുമാറ്റം തുടങ്ങിയ കാര്യങ്ങൾ സംബന്ധിച്ചുള്ള റിപ്പോർട്ട് അതാത് മാസങ്ങളിൽ 10-ാം തീയതിയിൽ ജില്ലാ പ്രൊബേഷൻ ഓഫീസർ കോടതിയിൽ സമർപ്പിക്കുകയും വേണം. ജില്ലാ റൂറൽ പോലീസ് മേധാവിക്കാണ് സുനിയുടെ സുരക്ഷ സംബന്ധിച്ചുള്ള ചുമതല നൽകിയിരിക്കുന്നത്. ദേവിക, രേഷ്മ, പുറത്തിറങ്ങിയാൽ ഉപയോഗിക്കാൻ കഴിയുന്നത് ഒരേ ഒരു സിം മാത്രം. ആ സിം നമ്പറും കോടതിയിൽ ഹാജരാക്കണമെന്ന് പറയുമ്പോൾ കൃത്യമായി നമുക്ക് മനസ്സിലാവുന്നത് പൾസർ സുനിയുടെ ഇനിയുള്ള ജീവിതമാകട്ടെ പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ പോലും കർശനമായ നിരീക്ഷണത്തിൽ തന്നെയാണ് പൾസർ സുനി എന്ന് തന്നെയാണല്ലേ? കാരണം ഇയാൾക്ക് മറ്റ് ക്രിമിനൽ പശ്ചാത്തലങ്ങൾ ഉള്ള സാഹചര്യത്തിൽ പുറത്തിറങ്ങിയാൽ അതിജീവിതയെ പോലും ചിലപ്പോൾ ചെന്ന് കണ്ടേക്കാം, അല്ലെങ്കിൽ അവരെ സ്വാധീനിക്കാൻ ശ്രമിച്ചേക്കാം എന്നൊരു വ്യവസ്ഥ, അങ്ങനെ ഒരു കാര്യം മുൻനിർത്തി തന്നെയാണ് കോടതി ഇത്തരത്തിൽ ഒരു കർശനമായ വ്യവസ്ഥ വച്ചിരിക്കുന്നത് അല്ലേ? ദേവിക, സ്വാഭാവികമായിട്ടും ഈ പോലീസിന്റെ ഒരു നിരീക്ഷണത്തിൽ തന്നെയായിരിക്കും പൾസർ സുനി ഉണ്ടാവുക. അതോടൊപ്പം തന്നെ എല്ലാ മാസവും ഈ കോടതി മുൻപാകെ റിപ്പോർട്ട് നൽകുന്ന സമയത്ത് ഈ സുനി ഏത് വിധത്തിലാണ് സുനിയുടെ സ്വഭാവം, പെരുമാറ്റം എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ പ്രൊബേഷൻ ഓഫീസർ കോടതിയിൽ വിശദാംശങ്ങൾ നൽകുകയും വേണം. മാത്രമല്ല, ഈ പോലീസ് മേധാവി കൃത്യമായിട്ടുള്ള സമയങ്ങളിൽ ഈ സുരക്ഷ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വിലയിരുത്തുകയും വേണം. ഇതടക്കമുള്ള കർശന ഉപാധികൾ പറയുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് മാധ്യമങ്ങളോട് യാതൊരു കാരണവശാലും ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളോ മറ്റോ സംസാരിക്കരുതെന്നുള്ള കർശന നിർദ്ദേശം ഇക്കാര്യത്തിൽ സുനിക്ക് കോടതി നൽകിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ സിം ഉപയോഗിക്കുന്ന ഫോൺ ഏതാണ്, ആ സിമ്മിന്റെ നമ്പർ അടക്കമുള്ള വിശദാംശങ്ങളും കോടതിയിൽ സമർപ്പിക്കണം. എന്തായാലും കർശന നിരീക്ഷണത്തിൽ തന്നെയായിരിക്കും പൾസർ സുനി. അതോടൊപ്പം തന്നെ കൃത്യമായിട്ട് ഈ ജാമ്യ വ്യവസ്ഥകൾ പ്രതി പാലിക്കുകയും വേണം. ജാമ്യ വ്യവസ്ഥകളിൽ ഏതെങ്കിലും തരത്തിൽ അതിന്റെ വ്യവസ്ഥകൾ ലംഘിക്കപ്പെട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എല്ലാ കേസിലെയും പോലെ പ്രോസിക്യൂഷന് വിചാരണ കോടതിയെ സമീപിക്കാം. എന്തായാലും ഈ വ്യവസ്ഥകൾക്ക് അനുസൃതമായിട്ടാണ് നിലവിൽ 7.5 വർഷത്തിന് ശേഷം ഇതേ കേസിൽ, നടി ആക്രമിച്ച കേസിൽ പൾസർ സുനിക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഇനിയുള്ളത് സാങ്കേതികപരമായിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം ജയിലിൽ ഇതിന്റെ ഓർഡർ അടക്കമുള്ള കാര്യങ്ങൾ നൽകിക്കൊണ്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കണം. നടി ആക്രമിച്ച കേസിന്റെ ഈ ജാമ്യ വ്യവസ്ഥകളുടെ എക്സിക്യൂഷനൊക്കെ ഏകദേശം അതിന്റെ നടപടിക്രമങ്ങൾ കോടതിയിൽ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. മറ്റൊരു കേസിലുള്ള ജാമ്യാപേക്ഷയാണ് ഇനി കോടതി പരിഗണിക്കാനുള്ളത്. അത് ബെയിലബിൾ ഒഫൻസ് ആണ്. എങ്കിലും അതിന്മേലുള്ള ഒരു തീർപ്പും കൂടി കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായെങ്കിൽ മാത്രമേ ജയിലിൽ നിന്ന് പൾസർ സുനിക്ക് ഇറങ്ങുവാൻ സാധിക്കുകയുള്ളൂ. അതിന്റെ നടപടിക്രമങ്ങൾ നിലവിൽ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജിയുടെ മുന്നിൽ നടക്കുന്നുണ്ട്. അതും കൂടി പൂർത്തിയായതിനു ശേഷമായിരിക്കും സുനി പുറത്തേക്ക് ഇറങ്ങുക. പിന്നീട് സബ് ജയിലിലേക്ക് കൊണ്ടുപോകും. അവിടെയും ചില നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനുണ്ട്. എന്തായാലും അതിനിടയിൽ ഒരുപക്ഷെ ഈ ഒരു സുപ്രീം കോടതിയുടെ ഉത്തരവായതുകൊണ്ട് തന്നെ ഇവിടെ വെച്ചിട്ട് എക്സിക്യൂഷൻ നടത്തിക്കൊണ്ടുള്ള ഏതെങ്കിലും നിർദ്ദേശം ഉണ്ടാകുമോ എന്ന് അറിയില്ല. പക്ഷെ എന്തായാലും നടി ആക്രമിച്ച കേസിൽ പറഞ്ഞിട്ടുള്ള ജാമ്യവ്യവസ്ഥകളുടെ എക്സിക്യൂഷൻ ഒക്കെ തന്നെ ഏകദേശം പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. മറ്റൊരു കേസ് എന്ന് പറയുന്നത് ഈ ജയിലിൽ ഇരിക്കെ തന്നെ, അതായത് ഈ നടി ആക്രമിച്ച കേസിൽ റിമാൻഡിൽ തുടരുന്ന സമയത്താണ് ഈ ഫോൺ പൾസർ സുനി ഉപയോഗിച്ചത്. അതുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത കേസ്, അത് ഒഫൻസ് എന്ന് പറയുന്നത് ബെയിലബിൾ ആണ്, ജാമ്യം ലഭിക്കാവുന്നതാണ്. എങ്കിലും അതിൽ കൂടി സാങ്കേതികപരമായിട്ടും നിയമപരമായിട്ടും ജാമ്യം സംബന്ധിച്ചുള്ള വിഷയത്തിൽ ഒരു തീർപ്പാക്കൽ അനിവാര്യമാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം പൾസർ സുനി അപേക്ഷ കോടതിയിൽ സമർപ്പിച്ചത്. ആ അപേക്ഷ അല്പസമയത്തിനകം കോടതി പരിഗണിക്കും. അതിൽ തീർപ്പ് കൂടി കൽപ്പിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും സുനി കോടതിക്ക് പുറത്തേക്ക് വരും. പിന്നീടുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ടായിരിക്കും സുനി ജയിൽ മോചിതനാവുക. നടി ആക്രമിച്ച കേസിലെ പ്രതി പൾസർ സുനിക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നു. ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള സുപ്രീം കോടതി ഉത്തരവ് വിചാരണ കോടതി നടപ്പാക്കി. കർശന വ്യവസ്ഥകൾ മുൻനിർത്തിയാണ് ജാമ്യം. വിവരങ്ങൾ നൽകുകയായിരുന്നു രേഷ്മ ബാബു.